ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന 26-ാം തീയതി ആയിരുന്നു കേട്ടോ. 25-ാം തീയതി നമുക്കൊരു ഒരു വർക്ക് ഉണ്ടായിരുന്നു, കാറ്ററിങ്ങിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഞാൻ കിച്ചൺ ഐറ്റിൻ്റെ വർക്ക് ആയതുകൊണ്ട് രാത്രി മൊത്തം അതിനകത്തായിരുന്നു. അപ്പോൾ നമ്മൾ 1.5 കിലോ കഴുകിയ ബീഫിനകത്തോട്ട് നേരെ നമ്മൾ മഞ്ഞപ്പൊടിയും ബട്ടറും ഇട്ടിട്ട് ഫിസിലടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 ഫിസിലാട്ടോ ഞാനെടുത്തത്. അപ്പോൾ ഇച്ചിരി വലിയ മുറ്റിനൊന്നും അല്ലാത്ത ഇളം ബീഫായതുകൊണ്ട് കേട്ടോ 3 ഫിസിലെടുത്തത്. പിന്നെ നമ്മൾ ചട്ടിക്കകത്തോട്ട് ബട്ടറും പെരിഞ്ജീരകവും അതേപോലെ കടുകും പിന്നെ നമ്മുടെ കറിവേപ്പില എടുത്ത് പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലാട്ടായിട്ട് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് തേങ്ങ കേട്ടോ. തേങ്ങയിട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് മൂപ്പിച്ചായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അടുത്താണ് തേങ്ങ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്നാ ക്രിസ്മസ് ആഘോഷിച്ചെന്ന് നിങ്ങൾ പറയട്ടോ, കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എന്തായാലും 26-ാം തീയതി ആയിരുന്നു. കാരണം എനിക്ക് വർക്കുള്ളതുകൊണ്ട് നമ്മളത് കളയാൻ പറ്റുന്നതല്ലല്ലോ. കാറ്ററിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വിളിച്ചാലും ചെല്ലണം. പിന്നെ അതേപോലെ പഴയ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ റബ്ബർ കടയിലെ വർക്ക് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയായിട്ട് എന്നെ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേട്ടോ. ആ പുള്ളി നമ്മുടെ ഓണറായിട്ട് തന്നെ വേറൊരാളുടെ എടുത്തിട്ട് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഞാനിനി കാറ്ററിങ്ങിൻ്റെ വർക്കായിരിക്കും. വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും മാക്സിമം നമുക്ക് നോക്കാം. പിന്നെ അതിനോട്ട് ചെറിയ ഉള്ളി ആട്ടോ ഇട്ടുള്ള. പിന്നെ നമ്മൾ അതിനകത്ത് ബീഫ് ഏകദേശം പീസിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ മുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടി, നമ്മുടെ ഗരം മസാല, കുരുമുളക് പൊടി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇടുന്നുണ്ട്. ഇത് ആക്ച്വലി ഇതൊരു എന്താ പറയുക, നമ്മളൊരു ബീഫ് ഫ്രൈ ആയിട്ടും ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ സെമി ഗ്രേവി ആയിട്ടോ ഇടുന്നത്. കാരണം എനിക്ക് ഇച്ചിരി ഗ്രേവി വേണം. വീട്ടിലെല്ലാവർക്കും ഗ്രേവിയോടാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്രേവി ആക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് വറ്റിച്ച് കഴിഞ്ഞാൽ ഫ്രൈ ആയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഈ സാധനം നമ്മൾ കാറ്ററിംഗുകാർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. നമ്മൾ പാചകം ചെയ്യുന്ന നേരത്ത് ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് ലാസ്റ്റ് വെള്ളം അതിനകത്തുള്ള സ്റ്റേക്കൊക്കെ ഒഴിച്ചാട്ടോ. അപ്പോൾ സ്റ്റേക്ക് ഞാൻ ഉപ്പിടാത്തതിൻ്റെ കാര്യം ഞാൻ ഡോഗിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഉപ്പിടാതെ ആദ്യം നമ്മൾ സ്റ്റേക്ക് ഒഴിച്ച് ലാസ്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.